എടാ ആൽഫി, ഡാ ഞാൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവണ്ട. നീ ഇങ്ങനെ വീട്ടിൽ കെട്ടും പൂട്ടിയിരുന്നതിന് ഒന്നും മാറാൻ പോലെന്ന് നിനക്ക് നന്നായിട്ടറിയാം, എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്തിനാടാ വെറുതെ എല്ലാവരും എന്നോടാ ചോദിക്കുന്നത്. എന്തിന്? നിൻ്റെ വീട്ടുകാർക്ക് പോലും നിൻ്റെ കാര്യം ആലോചിച്ച് നല്ല ആദ്യമുണ്ട്. എൻ്റെ കാര്യം ഓർത്താരും ആദ്യം പിടിക്കണ്ട, കാര്യമൊന്നുമില്ല. എടാ അങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ? നീ മര്യാദക്ക് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എത്ര നാളായി? നമ്മുടെ ക്ലബിലെ ടോണിയും പിള്ളേരൊക്കെ വിചാരിച്ച് വെച്ചേക്കുന്നത് നിനക്ക് ദുബായിൽ എന്തോ ജോലി കിട്ടി അവിടെ സെറ്റായിക്കുന്ന. നീ നമ്മുടെ രാജീവേട്ടനെ ഓർക്കണ്ട? ഏത് തീപ്പൊരി രാജീവ? ഓ, തീപ്പൊരി തന്നെ. ഇപ്പോൾ അവിടെ പഴയ പോലെ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ചേഞ്ചായി. പുതിയ ടേബിള്, പുതിയ കസേര. ഇപ്പോൾ അവിടെ കൊടുക്കുന്നതേ പപ്സാണ്, പണ്ടത്തെ ആ ഡിസ്കമ്പി പഴംപൊരിയൊന്നുമല്ല. നീ ഓർക്കണ്ടോ ഇപ്പോൾ നമ്മൾ ക്ലബിലെ കളി കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരുന്ന് നല്ല ചൂട് ചായയും നല്ല പഴംപൊരിയും കഴിച്ചൊരു ടൈം? എന്താല്ലേ അതൊക്കെ ഒരു സമയം. എടാ എനിക്കറിയാടാ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന്, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എത്ര കാലം വെച്ചടാ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എൻ്റെ ആരാന്ന് വെച്ച് നോക്കിയേ. എൻ്റെ വീട് നിൻ്റെ വീട്ടുകാരെ ആരെന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും നല്ല വിഷമമുണ്ടാ നിൻ്റെ കാര്യം വെച്ചിട്ട്. ഇതാരാടാ മെസ്സേജ് വെച്ചിരിക്കുന്നത്? അതൊരു വള്ളിയാണ്, പണ്ട് എൻ്റെ കോളേജിൽ ജൂനിയർ ആയിരുന്നു. ജൂനിയറിന് എന്തിനാ രാത്രി കാര്യം? എടാ അതൊന്നുമില്ലടാ, 2-3 ദിവസം അവള് മെസ്സേജ് അയക്കണ്, അവൾക്ക് എന്നെ നേരിട്ട് കാണണം, നേരിട്ട് സംസാരിക്കണം എന്നൊക്കെ. നാശം. എന്നിട്ട് നീ കണ്ടാ? എന്തിന്? സമയം കളയാനാ? അതാണ് പറ്റിയ സമയം. നീ നാളെ തന്നെ പെങ്കുച്ചിട്ട് പോയി കാണണ്ട. എന്തിന്? ഇവനിത് എന്തിട്ട്? എടാ നീല അലമ്പല്ലേട്ടാ. എടാ എനിക്ക് പറ്റില്ലടാ, എനിക്ക് അവിടെ പോയി അവളെ കാണാൻ പറ്റില്ല. ഇല്ല പോയിട്ട് ഞാൻ എന്ത് സംസാരിക്കാൻ അവളായിട്ട്? നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞ മോനെ, നീ ആളവളെ കാണാൻ പോകുന്നു, അത് ഫിക്സ്. നിനക്ക് എൻ്റെ മൈൻഡ് അറിയപ്പോ. എടാ നിനക്ക് നല്ലൊരു മാറ്റമായിരിക്കും. നീ ഇത് വേറെ ആർക്കും വേണ്ടി ചെയ്യണ്ട, ഈ എനിക്ക് വേണ്ടി ചെയ്. നാളെ നീ അവളെ കാണാൻ പോകുന്നു, ഫിക്സ്. നാളെ നീ പോകുന്നില്ല. എടി ഇത്രയും കാലം നീ പേടിച്ചിരുന്നു, ഇപ്പതേ അവനായിട്ട് പോയി തരാന്ന് പറയുമ്പോൾ നീയായിട്ട് തന്നെ തിരിച്ചു പോണം. ഒന്നുമില്ലല്ലോ, അവൻ കാണിച്ച കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ല. ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് തിരിച്ചു കയറണം. എടി പക്ഷെ പറ്റുന്നില്ലടി. അവൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവൻ കുറെ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതാ, പക്ഷെ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. അവന് വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, അല്ലാണ്ട് എന്ത്. ഇല്ല, ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിനക്ക് നല്ലോണം അറിയത് വർക്കൗട്ട് ആവാൻ പോണില്ലാന്ന്, പിന്നെ എന്തിനാണ് വെറുതെ. ഇല്ലടി, പക്ഷെ എനിക്കിത് എന്തായാലും പോകണം. അറ്റ്ലീസ്റ്റ് അവന് പറയാനുള്ള റീസൺ എന്താണെന്നെങ്കിലും എനിക്കൊന്ന് അറിയണം. എൻ്റെ ഭാഗത്ത് അവൻ സിക്കെങ്കിൽ അതെങ്കിലും ഒന്ന് അറിയണം. എന്നിട്ടിപ്പോ എന്തിനാ? അതുകൊണ്ട് വലിയ കാര്യമുണ്ടാ? എടിത് വിട്ടുകള, ഇതിനെ പിടിച്ചോണ്ടിരുന്നാൽ നിന്നെ വിഷമിപ്പിക്കത്തേ ഉള്ളൂ. ട്രൈ ടു മൂവ് ഓൺ. എനിക്ക് മൂവ് ഓൺ ആകണമെങ്കിൽ പോലും എൻ്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കണം. അതിനാ റീസൺ എന്താണെന്നെങ്കിലും എനിക്കൊന്ന് അറിയണം. കാര്യങ്ങളൊക്കെ ശരിയാക്കാനാണെങ്കിൽ പോലും ഐ ആം നോട്ട് ഗോണ ബെഗ് ഫോർ ദാറ്റ്. ആവാക്കാൻ തരാം. നീ ഇത്രയും ഉറപ്പിച്ചൊരു കാര്യമാണെങ്കിൽ വാട്ട് എൽസ് ക്യാൻ ഐ സേ? പോയിട്ട് വാ. അല്ല, നീ എവിടെ വരാന്ന് അവനോട് പറഞ്ഞത്? ല ഫ്യൂമേ കഫേ. എന്നാ പോയിട്ട് വന്നിട്ട് വിളിക്കേ. മാറും കാലം പായും ലോകം എൻ മുന്നിൽ
അറിയാതെ Sir, what would you like to have? ഒരാളും കൂടെ വരാം. Okay, sir. Sure. എക്സ്ക്യൂസ് മീ, Huh? ഒരു ഗ്ലാസ് വേണം. Okay, sir. എടോ, ഇത് തൻ്റെ ഫോണാണോ? എടോ, താനെന്തിൻ്റെ കരയാണ്? താനെന്തിൻ്റെ കരയണത്? എടോ, കാര്യം പറ. തനിക്കറിയോ ഞാൻ എന്തോരം എഫേർട്സ് ഇട്ടതാന്ന്? ആൻഡ് ഫോർ വാട്ട്? ആർക്ക് വേണ്ടി? എടോ, അതും പറഞ്ഞ് താനിവിടെ നിന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ദേ അങ്ങോട്ടൊന്ന് നോക്കിയ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കണം. ആര് വേണമെങ്കിലും നോക്കട്ടെ. സോറി, ഐ തിങ്ക് ഐ ഷുഡ് ലീവ്. താനിവിടെ ഇരിക്കേ. താൻ എന്ത് സിറ്റുവേഷനിൽ കൂടെ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ തൻ്റെ ഫോൺ എടുത്തപ്പോൾ അറിയാതെ 2 മെസ്സേജ് കണ്ട്. അതിൽ കൂടെ തന്നെ മനസ്സിലാക്കുക അയാൾക്ക് തന്നോടൊന്നും ഇല്ലടോ. താൻ വെറുതെ ഇത് വലിച്ചേറ്റ് കൊണ്ടുപോകണം എന്തിനാ? ട്രൈ ടു മൂവ് ഓൺ. ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ അടുത്ത് ഞാൻ പറയണത്. അവിടെ പറ. എടാ പോയാലെന്തായി? അവളൊന്നും വന്നില്ല. വന്നില്ലേ? ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം. എടാ ഹലോ ബൈ. ഹലോ. ബഹളത്തിനിടയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൽഫി. താര,
എടോ അവിടെ വെച്ച് ഞാൻ പെട്ടെന്ന് അതൊന്നും കുഴപ്പമില്ല, ഞാൻ അങ്ങനെയൊക്കെ തന്നെ കാണിക്കുള്ളൂ. അല്ല, താനെങ്ങോട്ടാ? ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. തനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പോയിട്ടുള്ള കാര്യമുണ്ടോ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇന്ന് ഓഫ് ഡേ ആ. എന്നാൽ നമുക്കൊരു ചായ കുടിച്ചാലോ? ഞാൻ എന്തായാലും ഇൻഫോ പാർക്ക് വഴിയാണ് പോണേ, അപ്പോൾ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ടടോ, കുഴപ്പമില്ല. ആടോ, കയറ്. ഓക്കെ. തേടുന്നു നാം പുതിയ ലോകങ്ങൾ, പാടുന്നു നാം പുതിയ ഇനങ്ങൾ, വാഴും നാളെല്ലാം ഭൂമിയിൽ പോകുന്നു നാം പുതിയ ദേശങ്ങൾ, നേടുന്നു നാം പുതിയ ബന്ധങ്ങൾ, നേരിൻ്റെ ഉള്ളം തേടി നാം തേടുന്നു നാം പുതിയ ലോകങ്ങൾ, പാടുന്നു നാം പുതിയ ഇനങ്ങൾ, വാഴും നാളെല്ലാം. എടോ, താൻ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഡിപ്രഷൻ അടിച്ചിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഞാനും ഒരു 1.5 കൊല്ലം ഇതുപോലെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എന്ത് കാര്യമായിരിക്കണം, ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഫ്ലോയിൽ എടുക്കണോളൂ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്റ്റക്കായി പോകും. എടോ, തനിക്ക് കാക്കനാട് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ? ഇൻഫോ പാർക്കിൻ്റെ അടുത്ത്. കടന്നു പോകും വഴികളിലെല്ലാം മറഞ്ഞു പോകും ചിരികളു മാത്രം, നീ തേടുന്നതെന്തോ നിന്റെ ഉള്ളിൽ മാത്രം. എടോ, ഇന്ന് രാവിലെ ഇറങ്ങിയാണ്, പോട്ടെ. എടോ താങ്ക്സ്. എന്തിന്? അല്ല, എല്ലാത്തിനും. ലൈക്ക് ഐ റിയലി നീഡ് ദ കപ്പ് ഓഫ് ടീ. അങ്ങനെയൊന്നുമില്ലടോ. ഓക്കെ ദെൻ, ബൈ. എടോ, കടന്നു പോകും വഴികളിലെല്ലാം മറഞ്ഞു പോകും ചിരികളു മാത്രം, നീ തേടുന്നതെന്തോ അതു നീ എന്ന ലോകം. ഇതാണ് എൻ്റെ നമ്പർ. ഇടയ്ക്ക് ചായ കുടിക്കാൻ തോന്നുമ്പോഴൊക്കെ വിളിച്ചാൽ മതി. ഓക്കെ, പോട്ടെ. ശരി. നിനക്കു വേണ്ടി എഴുതിയതാരോ നീ തേടുന്ന ലോകം. കട നേരത്തെ നീ എന്തൊക്കെയാ പറഞ്ഞേ? അല്ല, അവിടെ എന്തായി? അവളെ കണ്ടിട്ട് കണ്ട്, പക്ഷെ അവളെ അല്ല, വേറൊരാളെ. വേറൊരാള്? അതാര്? താര. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങൾ പരിചയപ്പെട്ടത്. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനിയായി. എന്നിട്ട് നീ അവളുടെ നമ്പർ വല്ലതും വാങ്ങിച്ചോ? ഇല്ലടാ, പക്ഷെ പോകാറായപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. അപ്പം എന്തോ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. എന്തായാലും ഇന്ന് അവിടെ പോയതും അവളെ കണ്ടതൊക്കെ എന്തോ അറിയാതെ തന്നെ എന്നെ കുറേ സ്വാധീനിച്ചിട്ടുണ്ട്. അവള് വിളിക്കുമായിരിക്കുമല്ലേ? Hello?